ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ yield ലൈൻ അനാലിസിസ് ബൈ ഇക്വിലിബ്രിയം മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിന് നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യം സ്ക്വയറിൻ്റെ സ്റ്റാർട്ട് ചെയ്താൽ അതിലുണ്ടാവുന്ന yield ലൈൻ പാറ്റേൺ ആണ് സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. അതിൽ നമുക്ക് 4 സെഗ്മെൻറ്റ്സ് ABCD എന്ന് പറഞ്ഞ് 4 സെഗ്മെൻറ്റ്സ് കിട്ടും. ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. അതിൻ്റെ ഓരോ സെഗ്മെൻറ്റിൻ്റെയും ഇക്വിലിബ്രിയം കണ്ടീഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ ഒരു സെഗ്മെന്റ് എടുത്താൽ എ എന്നുള്ള സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ എ ബി ഇ ഇതിൽ ഓരോ ഈ yield ലൈനിൽ കൂടെയും നമ്മൾ പറഞ്ഞ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ഓരോ yield ലൈനും. ഇങ്ങനെ ആയിരിക്കും ആക്സിസ് റൊട്ടേഷൻ നടക്കുക. അപ്പം ഇതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഈ ടോട്ടൽ സ്ലാബിലേക്ക് വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ഇൻറ്റു അതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് എൽ ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഈ ഓരോ സെഗ്മെന്റിന്റെ ഇക്വിലിബ്രിയത്തിലുള്ളത് ആഡപ്പ് ചെയ്യണം. നമ്മൾ അങ്ങനെ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു സെഗ്മെന്റിന്റെ ഇക്വിലിബ്രിയം നോക്കുവാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന അതിലുണ്ടാവുന്ന ലോഡ് W ഇൻറ്റു ആ ഏരിയ ഓഫ് സെഗ്മെന്റ് ഇൻറ്റു ഇതിന്റെ മൊമെന്റ് എബൌട്ട് AB. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയയുടെ മൊമെന്റ് എബൌട്ട് AB ആണ് എടുക്കുക എന്ന് പറയുമ്പം W ഇൻറ്റു അതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് W ഇൻറ്റു ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ലെങ്ത് L ആണ്. L ഇൻറ്റു ഈ ഒരു ലെങ്ത് L/2 ആയിരിക്കും. ഹാഫ് ഇൻറ്റു L ഇൻറ്റു L/2 ചെയ്തപ്പോൾ നമുക്ക് ഏരിയ കിട്ടി. അതിന് മൊമെന്റ് എബൌട്ട് AB ആണ് എന്ന് പറയുമ്പം ട്രയാങ്കിൾ ആകുമ്പം സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് 1/3 ഓഫ് ഈ ലെങ്ത് ആണ്. അപ്പം 1/3 ഓഫ് L/2 വിച്ച് ഇസ് L/6. നമ്മളിത് ഇക്വേറ്റ് ചെയ്യുമ്പം M ഇൻറ്റു L ഇസ് ഈക്വൽ ടു L³/24. അതിൽ നിന്ന് M ഇസ് ഈക്വൽ ടു WL²/24. ഇക്വേഷൻ കിട്ടും. നമുക്ക് നേരത്തെ വിർച്വൽ മെത്തേഡിൽ കിട്ടിയ അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇനി നമ്മൾ ഒരു റെക്ടാങ്കുലർ സ്ലാബാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ yield ലൈൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. സെഗ്മെന്റ്സ് ABCD നമുക്ക് 4 സെഗ്മെന്റ്സ് ഉണ്ട്. അതിൽ സെഗ്മെന്റ് A എടുക്കുകയാണെങ്കിൽ അത് ട്രപ്പീസോയിഡലാണ്. നേരത്തെ വീഡിയോ കാണണം, എന്നാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇത് L ആണെങ്കിൽ ഈ ലെങ്ത് ആൽഫ L ആണ്, ഈ ലെങ്ത് ബീറ്റ L ആണ്, ഇതും ബീറ്റ L ആണ്. ഇത് വരുന്നത് L-2 ബീറ്റ L ആണ്. സോ ട്രപ്പീസോയിഡ് ഷേപ്പ് ആണ് ഇതിന്. ഇങ്ങനെ വരുമ്പോൾ നമ്മളിതിനെ 2 ട്രയാങ്കിളും ഒരു റെക്ടാങ്കുലറും ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ചെയ്യാൻ. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നമ്മൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇത് ട്രപ്പീസോയിഡ് പ്ലസ് ട്രയാങ്കിളിന്റെ വരും. ഈ ബി സെഗ്മെന്റ് ബി അതിലും ഈ ലെങ്ത് ആൽഫ L. സോ ഇത് ആൽഫ L, ഈ ലെങ്ത് വരുന്നത് ബീറ്റ L ആണ്. അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ വരുന്ന ഡിസ്റ്റൻസ് ബീറ്റ Lന്റെ 1/3. ഇത്രയാണ് ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഏരിയ എടുക്കുക. എടുത്താൽ W ഇൻറ്റു M ഇൻറ്റു L ഇസ് ഈക്വൽ ടു W ഇൻറ്റു ട്രപ്പീസോയിഡിന്റെ റെക്ടാങ്കിളിന്റെ മാത്രം എടുത്താൽ L-2 ബീറ്റ L ഇൻറ്റു ഈ ലെങ്ത് ആൽഫ L/2. സോ ആൽഫ L/2 ഇൻറ്റു അതിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് റെക്ടാങ്കിളിന്റെ നടുക്കാണ്. സോ ഹാഫ് ഓഫ് ആൽഫ L/2 പ്ലസ് 2 ടൈംസ് ട്രയാങ്കിളിന്റെ വരും. 2 ട്രയാങ്കിൾ ഉള്ളതുകൊണ്ട് 2 ടൈംസ്. സോ ഹാഫ് ഇൻറ്റു ട്രയാങ്കിളിന്റെ ബേസ് ബീറ്റ L, ഓൾട്ടിറ്റ്യൂഡ് ആൽഫ L/2 ഇൻറ്റു സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് വരുന്നത് h/3. സോ h ആൽഫ L/2 ആണ്. സോ ആൽഫ L/2ന്റെ 1/3. അത് മൊത്തം എടുക്കുമ്പം അതിന്റെ ഇക്വേഷൻ W ആൽഫ സ്ക്വയർ L² by 24 into 3
ബീറ്റ എന്നാണ് ട്രപ്പീസോയിഡിന്റെ കേസിൽ വരുന്നത്. ട്രയാങ്കിളിന്റെ കേസിൽ വരുമ്പം ബിയുടെ കേസിൽ വരുമ്പം നമ്മൾ എടുക്കുന്നത് മ്യൂ എം ഇൻറ്റു എൽ എന്ന് പറയാൻ കാര്യം ഈ ഡയറക്ഷനിലുള്ള എം ആണെങ്കിൽ വൈയിൽ നമ്മൾ പറഞ്ഞിരുന്നു റീഇൻഫോഴ്സ്മെന്റ് വ്യത്യാസമാണ്, ഓർത്തോട്രോപ്പിക് ആണ് റെക്ടാങ്കുലർ സ്ലാബ്സ്, അതുകൊണ്ട് മ്യൂ എം ആയിരിക്കും. അപ്പം മ്യൂ എം ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ആൽഫ എൽ ഇൻറ്റു ബീറ്റ എൽ ഇൻറ്റു നമുക്ക് ഈ ബീറ്റ എല്ലിന്റെ 1/3 ബീറ്റ എൽ ബൈ 3. അത് സോൾവ് ചെയ്യുമ്പം കിട്ടുന്നത് ഡബ്ല്യു ബീറ്റ സ്ക്വയർ എൽ സ്ക്വയർ ബൈ 6 മ്യൂ എന്ന് വരും എന്ന്. ഇത് രണ്ടും കൂടെ നമുക്ക് ആഡപ്പ് ചെയ്യണം. ആഡപ്പ് ചെയ്ത് രണ്ടും കൂടെ എഴുതുമ്പം ഇക്വേറ്റിംഗ് ബോത്ത് ദീസ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഡബ്ല്യു ആൽഫ സ്ക്വയർ എൽ സ്ക്വയർ ബൈ 24 3 minus 4 beta is equal to W beta square L square by 6. ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുമ്പോൾ ഈ ബോഡിയിൽ 4 സെഗ്മെന്റ് ഉണ്ട്. അപ്പോൾ സെഗ്മെന്റ് എ ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം വിത്ത് ബി. ആ ഒരു കൺസെപ്റ്റിൽ രണ്ടും കൂടെ നമ്മൾ മൊമെന്റ് രണ്ടും സെയിം ആയിരിക്കും ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്ന് ബീറ്റയ്ക്കുള്ളത് നമ്മൾ വിർച്വൽ വർക്ക് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. അതിൽ ബീറ്റയുടെ സൊല്യൂഷൻ വരുന്നത് ഹാഫ് ഓഫ് റൂട്ട് 3 മ്യൂ ആൽഫ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ ഇൻറ്റു ആൽഫ റേസ്ഡ് 4 മൈനസ് മ്യൂ ആൽഫ സ്ക്വയർ. അത് നമ്മൾ എമ്മിൻ്റെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുമ്പം ഏതെങ്കിലും ഒരു ഇക്വേഷൻ കേട്ടോ, എമ്മിൻ്റെ ഒന്നെങ്കിൽ ഈ ട്രപ്പീസോയിഡിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ, അതിലേതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുമ്പം എം ഇസ് ഈക്വൽ ടു ഡബ്ല്യു ആൽഫ സ്ക്വയർ എൽ സ്ക്വയർ ബൈ 24 റൂട്ട് 3 പ്ലസ് മ്യൂ ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ റൂട്ട് മ്യൂ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് എം കിട്ടുക. ഇത് തന്നെയാണ് നമുക്ക് വിർച്വൽ വർക്കിലും കിട്ടിയത്. ഇനിയും ഹെക്സഗണൽ ഷേപ്പിലൊരു സ്ലാബ് നമ്മൾ വിർച്വൽ വർക്കിൽ അത് ചെയ്തിട്ടില്ല, നമ്മൾ ഇതിൽ ചെയ്യുമ്പം എളുപ്പമുള്ളതുകൊണ്ടാണ്. വിർച്വൽ വർക്കിൽ ഇച്ചിരി കൂടെ അത് tedious ആണ്, പക്ഷെ അത് വിർച്വൽ വർക്കിൽ ചെയ്യുമ്പം എളുപ്പമുണ്ട് ചെയ്യാൻ. അപ്പം ആ മെത്തേഡിൽ ചെയ്യുവാണ്. വിർച്വൽ വർക്കിലായതുകൊണ്ടാണ് നമ്മൾ ട്രപ്പീസോയിഡ് ചെയ്യുന്നത്. ട്രപ്പീസോയിഡിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ വിർച്വൽ ഹെക്സഗണൽ ഷേപ്പിൽ ഡിവൈഡ് ചെയ്തെടുത്താൽ ഒരു ലെങ്ത് എൽ ആണെങ്കിൽ അഗെയിൻ ഇത് ക്രാക്ക് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കുമല്ലോ. അതിൻ്റെ ഒരു ഷേപ്പ് ഒരു സെഗ്മെന്റ് എടുത്താൽ ഇത് എൽ, ഈ ലെങ്ത് ബൈ ജോമെട്രി നമുക്ക് എൽ ബൈ റൂട്ട് 3 എൽ എന്നാണ് ഈ ലെങ്ത് കിട്ടുക. അതിൽ നിന്ന് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ അഗെയിൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഒക്കെ മാർക്ക് ചെയ്ത് ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുമ്പം എം ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു റൂട്ട് 3 എൽ ഇൻറ്റു റൂട്ട് 3 എല്ലിൻ്റെ 1/3. അതത്രയും നമുക്ക് ചെയ്ത് കിട്ടുമ്പം ഒരു ഇതുണ്ട്. റൂട്ട് 3 എൽ ടോട്ടൽ ലെങ്ത് ആണ്, സോറി ഈ ലെങ്ത് റൂട്ട് 3 എൽ. അപ്പോൾ ഇത് റൂട്ട് 3 എൽ ബൈ 2 ആണ്. റൂട്ട് 3 എൽ ബൈ 2 ഇതും 1/3 ഓഫ് റൂട്ട് 3 എൽ ബൈ 2. മൊത്തം നമ്മൾ സോൾവ് ചെയ്യുമ്പം ഇതിൽ നിന്ന് ഡബ്ല്യു ഇൻറ്റു റൂട്ട് 3 3 ആയി ക്യാൻസൽ ആയിട്ട് പിന്നെ എൽ ക്യൂബ് ബൈ 8 വരും. അത് നമ്മൾ സോൾവ് ചെയ്ത് എമ്മിന് ഇക്വേഷൻ എഴുതുമ്പം ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 വരും. ഇങ്ങനെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ ചെയ്യുക. അപ്പം ഫീൽഡ് ലൈൻ അനാലിസിസ് വരെ കിട്ടുന്ന ഈ മൊമെന്റുകൾ യൂസ് ചെയ്ത് പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യും. ഇങ്ങനെ കിട്ടുന്ന എം ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 എന്നുള്ള ഇക്വേഷൻ വരെ കിട്ടിയ ആ എമ്മിനെ നമ്മൾ എം യുനോട് ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് എം യു അറിയാമല്ലോ, IS 463.87 FI ASTD, ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് AST കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈൽഡ് ലൈൻ അനാലിസിസ് നമുക്ക് ഡിസൈനിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു.